ജിജീഷ്, ഈ കേസുമായി ബന്ധപ്പെട്ട് പിണറായി വിജയന്റെ പേര് നേരത്തെ തന്നെ അവിടെയും ഇവിടെയും ഒളിഞ്ഞും തെളിഞ്ഞും കേട്ടിരുന്നുവെങ്കിൽ ഇപ്പോൾ പിണറായി വിജയനെ ഈ കേസിൽ ഇഡി ചോദ്യം ചെയ്യുന്ന സാഹചര്യത്തിലേക്ക് എത്തിയിരിക്കുന്നു എന്നുള്ളതാണ് പുറത്തുവരുന്ന വിവരങ്ങൾ. മറ്റു പ്രധാനപ്പെട്ട വിവരങ്ങൾ എന്തൊക്കെയാണ്? രഞ്ജിത്ത് തമ്പി സൂചിപ്പിച്ചതുപോലെ തന്നെ തുടക്കത്തിൽ പിണറായി വിജയനുമായി ബന്ധപ്പെട്ട് ചില സൂചനകളായിരുന്നു ഈ കേസിൽ ഉണ്ടായിരുന്നത് എങ്കിൽ അതിനുമപ്പുറം കൃത്യമായ വിവരങ്ങൾ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ അന്വേഷണത്തിൽ ലഭിച്ചിരിക്കുന്നു എന്നതാണ് അതിലേറ്റവും പ്രധാനമെന്ന് പറയുന്നത്. കാരണം ഇതുവരെയുള്ള അന്വേഷണ പുരോഗതി അനുസരിച്ച് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് വ്യക്തമാക്കുന്നത് അനുസരിച്ച് ടി വീണയ്ക്ക് കരാർ ലഭിച്ചത് അടക്കമുള്ള കാര്യങ്ങൾ നടന്നിരിക്കുന്നത്, CMRൽ നിന്ന് ടി വീണയ്ക്ക് പണം ലഭിച്ചിരിക്കുന്നതും കരാർ ലഭിച്ചിരിക്കുന്നതും എല്ലാം തന്നെ കൃത്യമായി പിതാവ് പിണറായി വിജയനുമായുള്ള സൗഹൃദത്തിൻ്റെ അടിസ്ഥാനത്തിലാണ്. അതായത് ഈ ശശിധരൻ കർത്തയും പിണറായി വിജയനും തമ്മിലുള്ള ബന്ധം, ആ ഒരു ബന്ധം ഒന്ന് കൊണ്ട് മാത്രമാണ് താൻ പണം കൈമാറാൻ തയ്യാറായത് എന്നും കരാർ നൽകാൻ, കാരണം യാതൊരു തരത്തിലുള്ള മുൻപരിചയവുമില്ല, IT സേവനങ്ങൾ ഏതെങ്കിലും കമ്പനിക്ക് നൽകിയിട്ടുള്ള യാതൊരു പരിചയവുമില്ലാത്ത ടി വീണയുടെ എക്സാലോജിക് എന്ന കമ്പനിക്ക് പണം നൽകിയത് പിണറായി വിജയനുമായുള്ള ബന്ധത്തിൻ്റെ പേരിൽ മാത്രമാണ് എന്ന് വ്യക്തമാക്കുമ്പോൾ അന്വേഷണം വീണ്ടും പിണറായി വിജയനെ കേന്ദ്രീകരിക്കുന്നു. അങ്ങനെയാണ് പിണറായി വിജയനെ ചോദ്യം ചെയ്തുകൊണ്ട് മാത്രമായിരിക്കും മുന്നോട്ട് പോവുക, അല്ലെങ്കിൽ ഇനിയുള്ള മുന്നോട്ടുള്ള ഘട്ടത്തിൽ മുൻ മുഖ്യമന്ത്രി നിലവിലെ പ്രതിപക്ഷ നേതാവ് പിണറായി വിജയനെ ചോദ്യം ചെയ്യേണ്ടത് അനിവാര്യമാണ് എന്നാണ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് വൃത്തങ്ങൾ വ്യക്തമാക്കുന്നത്. അങ്ങനെയെങ്കിൽ ഏറ്റവും അടുത്ത ദിവസങ്ങളിൽ തന്നെ സമൻസുകൾ നൽകുന്ന ഒരു ഘട്ടത്തിലേക്ക് എത്തുകയും ചെയ്യും. മാത്രമല്ല ടി വീണയുമായി ബന്ധപ്പെട്ടാണെങ്കിലും CMRലുമായി ബന്ധപ്പെട്ടാണെങ്കിലും എല്ലാം തന്നെ നിരവധി തെളിവുകളാണ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന് പുതുതായി ലഭിച്ചിരിക്കുന്നത്. നിലവിൽ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് അഡ്ജുഡിക്കേറ്റിംഗ് അതോറിറ്റിക്ക് സമർപ്പിച്ചിട്ടുള്ള റിപ്പോർട്ടിലാണ് ഇതുവരെ കണ്ടെത്തിയതിലും അപ്പുറമുള്ള നിരവധി വിവരങ്ങൾ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് സൂചിപ്പിച്ചിട്ടുള്ളത്. അതിലേറ്റവും പ്രധാനമെന്ന് പറയുന്നത് ചില ഇൻവോയ്സ് തട്ടിപ്പുകൾ ടി വീണ നടത്തിയിട്ടുണ്ട്. കൃത്രിമമായി ഇൻവോയ്സുകൾ നിർമ്മിച്ചെടുത്തിട്ടുണ്ട് തൻ്റെ ഐഫോണിൽ എന്നൊരു വിവരമാണ്. ഇന്നലെ തന്നെ നമ്മൾ ആ വിവരങ്ങൾ പുറത്തുവിട്ടിരുന്നു. അതോട് അനുബന്ധിച്ച് തന്നെ ചില ഡയറികൾ ടി വീണയിൽ നിന്ന് പിടിച്ചെടുത്തിട്ടുണ്ട്. ആ ഡയറിയിലെ അടക്കമുള്ള കാര്യങ്ങൾ എന്ന് പറയുന്നത് ഏറ്റവും പ്രധാനമാണ്. ഒപ്പം തന്നെയാണ് CMRൽ എങ്ങനെയാണ് ഈ തട്ടിപ്പിൻ്റെ ഭാഗമായി മാറിയത്, CMRൽ എങ്ങനെയാണ് തട്ടിപ്പിലൂടെ പണസമാഹരണം നടത്തിയത്, പ്രത്യേകിച്ച് 182 കോടിയോളം രൂപ CMRൽ കള്ളപ്പണം വെളുപ്പിച്ചെടുക്കുമ്പോൾ അത് ഏതെല്ലാം മാർഗത്തിലൂടെയാണ് നടത്തിയത് എന്നത് കൃത്യമായി തന്നെ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന് മുന്നിൽ എത്തിയിട്ടുണ്ട്. അതിൽ ഏറ്റവും പ്രധാനമെന്ന് പറയുന്നത് ചില വ്യാജ കമ്പനികളെയും കടലാസ് കമ്പനികളെയും ഉപയോഗപ്പെടുത്തിക്കൊണ്ട് CMRൽ പണം കൈമാറുന്നു. പലതും അവരുടെ ബന്ധുക്കളുടെ പേരിൽ, CMRൽ കുടുംബത്തിൻ്റെ കർത്താ കുടുംബത്തിൻ്റെ ബന്ധത്തിലുള്ള ആളുകളുടെ പേരിൽ കൃത്രിമമായി രൂപീകരിച്ച കമ്പനികളായിരുന്നു. ആ കമ്പനികൾക്ക് വലിയ പണം കൈമാറിക്കൊണ്ട് ചില ഇൻവോയ്സുകൾ തയ്യാറാക്കുന്നു, രേഖകൾ ഉണ്ടാക്കുന്നു. പിന്നീട് ആ കമ്പനികളിൽ നിന്ന് പണം അതേപോലെ തന്നെ തിരിച്ച് ഈ കമ്പനിയിലേക്ക് CMRലേക്ക് തന്നെ തിരിച്ചു വരികയും ചെയ്യുന്ന ഒരു തട്ടിപ്പ് രീതിയായിരുന്നു CMRൽ അവലംബിച്ചിരുന്നത്. അങ്ങനെ ടി വീണയും CMRലും എല്ലാം തന്നെ ഈ ക്രമക്കേടുകളുടെ ഭാഗമായി മുന്നോട്ട് പോകുന്ന വിവരങ്ങളാണ് ഈ ഒരു ഘട്ടത്തിൽ ഏറ്റവും പ്രധാനമായും പുറത്തു വരുന്നത്. രഞ്ജിത്ത് അമ്പാടി. ശരി ജിജീഷ്.